ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഓസിലേഷൻസ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ വിച്ച് ഇസ് നോട്ട് ഓസിലേറ്ററി. പീരിയോഡിക് മോഷൻ ആണ്, എന്നാൽ ഓസിലേഷൻ അല്ല. ധാരാളം എക്സാമ്പിൾ പറയാം. റൊട്ടേഷൻ ഓഫ് എർത്ത്, റെവല്യൂഷൻ ഓഫ് എർത്ത്, റെവല്യൂഷൻ ഓഫ് മൂൺ അറൗണ്ട് ദി സൺ, ഓക്കെ. അതേപോലെ മോഷൻ ഓഫ് ഹാൻഡ്സ് ഇൻ എ ക്ലോക്ക്, എല്ലാം എക്സാമ്പിളായിട്ട് പറയാം. എല്ലാം പീരിയോഡിക് മോഷൻ ആണ്, പക്ഷേ ഓസിലേഷൻ അല്ല. ഞാൻ അതിൽ നിന്ന് ഒരു എക്സാമ്പിൾ എഴുതുകയാണ്, റൊട്ടേഷൻ ഓഫ് എർത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following relationship between acceleration A and the displacement x of a particle involve simple harmonic motion? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എ ഇസ് ഈക്വൽ ടു -ω² x ആണ്. സോ എ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു -x ആണ്. മൈനസ് സൈൻ വേണം ഓപ്പോസിറ്റ് നേച്ചർ കാണിക്കാൻ. ഈ എക്സിൻ്റെ പവർ 1 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ മൈനസ് സൈനും എക്സിൻ്റെ പവർ 1ഉം വരുന്ന ഓപ്ഷൻ എ ഇസ് ഈക്വൽ ടു -5x എന്നുള്ളതാണ്. സോ അതാണ് കറക്റ്റ് ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദി ഓസിലേഷൻ ഇൻ വിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കണം, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കണം. അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ എന്ന് എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ് ഓഫ് മൂൺ ഈസ് 1.7. What is the time period of a simple pendulum on moon? Okay, if its time period on earth is 3.5. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഫോർമുല 2π√L/g ആണ്. എർത്തിൻ്റെ ടൈം പീരീഡ് ആകുമ്പോൾ ജി എർത്ത്, മൂണിൻ്റെ ടൈം പീരീഡ് ആകുമ്പോൾ ജി മൂൺ. ടി മൂൺ ഡിവൈഡഡ് ബൈ ടി എർത്ത് ചെയ്യുമ്പോൾ 2π കട്ട് ചെയ്ത് പോയി. ഇവിടെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ GE/√GE/GM എന്ന് വരും. സോ ടി മൂൺ ഇസ് ഈക്വൽ ടു TE അങ്ങോട്ട് TE ഇൻറ്റു √GE/GM. എർത്തിലെ ടൈം പീരീഡ് 3.5 ആണ്. GE എർത്തിലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി 9.8 ആണ്. മൂണിലെ 1.7 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ചെയ്യുമ്പോൾ മൂണിലെ ടൈം പീരീഡ് 8.4 seconds എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഗ്രാഫിക്കലി. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഗ്രാഫ് വരക്കാനാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ A cos ωt+5 എന്ന് പഠിച്ചില്ലേ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ XT ഗ്രാഫ് വരച്ചാൽ മതി. XT ഗ്രാഫ് cos x-ൻ്റെ ഗ്രാഫ് പോലെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ രീതിയിൽ വരച്ചത് ഓർക്കണില്ലേ. ഇവിടെ എത്തുമ്പോഴേക്കും ടൈം പീരീഡ് T ആവും, ഇത് 0 ടൈമാണ്. ഓക്കെ, ഇതാണ് SHM-ൻ്റെ XT ഗ്രാഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം ഈസ് 1 meter. എന്താണ് ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുല? 2π√L/g. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് 2 സെക്കൻഡാണ്. ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4 is equal to 4π², ഓക്കെ, ഇൻറ്റു L/g എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് 4 വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇനി അതേപോലെ ഈ G ഇങ്ങോട്ട് എടുത്താൽ G/π² ഇസ് ഈക്വൽ ടു L എന്ന് വരും. ജിയുടെ വാല്യൂ 9.8 ആണ്. 9.8 π² എന്ന് പറയുമ്പോൾ 3.14ൻ്റെ സ്ക്വയർ ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി കട്ട് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ 1 meter എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ നീളം 1 meter ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് SHM ഓഫ് ആംപ്ലിറ്റ്യൂഡ് A അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി മീൻ പൊസിഷൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്ന പൊസിഷൻ നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞു A/√2 ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആകുമ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനും ½ K × A² - x² ഇസ് ഈക്വൽ ടു ½ K x² എന്ന് എഴുതിയാൽ ½ K കട്ട് ചെയ്ത് പോയാൽ A² ഇസ് ഈക്വൽ ടു x² + x² എന്ന് വരും. അഥവാ 2x² ഇസ് ഈക്വൽ ടു A². അപ്പോൾ അതിൽ നിന്ന് x ഈസ് ഈക്വൽ ടു A/√2 എന്ന് എഴുതാം. ഓക്കെ, ഈ ആൻസർ മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി പറയും. അപ്പോൾ ഈ സ്റ്റെപ്സ് എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SHM ഓഫ് എ ബ്ലോക്ക് ഓഫ് മാസ് M അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ഈ M മാസുള്ള ബ്ലോക്കിൽ സ്പ്രിങ്ങുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം പോയിന്റ്സ് A and B ഈസ് 10 cm. എയും ബിയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് 10 cm ആണെന്ന് പറയുന്നു. ഓക്കെ, ടേക്ക് ദി ഡയറക്ഷൻ ഫ്രം A to B ആസ് പോസിറ്റീവ്. എ എന്ന് ബിയിലേക്കുള്ള ഈ ഡയറക്ഷനെ പോസിറ്റീവ് ഡയറക്ഷനായി കൺസിഡർ ചെയ്യുക. റീഡ്രോ ദി ഗിവൺ ടേബിൾ. ഈ ടേബിൾ വീണ്ടും വരച്ചിട്ട് ഗിവ് ദി സൈൻ ഓഫ് വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ഫോഴ്സ്. വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഫോഴ്സിൻ്റെയും സൈൻ എഴുതാനാണ്. ഓക്കെ, ബി എന്നുള്ള എൻഡ് എക്സ്ട്രീം പൊസിഷനാണ്. ബിയിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. ഓക്കെ, ഇനി അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ്റെ സൈൻ എന്താണ് എന്നാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് മീൻ പൊസിഷൻ, ഇത് എക്സ്ട്രീം പൊസിഷൻ. നോക്കണേ, ഇത് മീൻ പൊസിഷനാണ്, ഇത് എക്സ്ട്രീം പൊസിഷനാണ്, ഇത് എക്സ്ട്രീം പൊസിഷനാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം,
ബോഡിയുടെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. ബോഡിയുടെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മീൻ പൊസിഷൻ എന്നുള്ള ദൂരമാണ്. ബോഡിയുടെ പൊസിഷൻ ഈ ഭാഗത്താണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും ഓപ്പോസിറ്റ് അല്ലേ എസ് എച്ച് എമ്മിൽ? എ ഇസ് പ്രൊപ്പോർഷണൽ ടു -x. അപ്പോൾ ബോഡിയുടെ പൊസിഷൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവാണ്, ഇവിടെയാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവാണ്. ഓക്കെ, ആക്സിലറേഷൻ്റെ അതേ സൈൻ ആയിരിക്കും ഫോഴ്സിന്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് F = ma എന്നല്ലേ? അപ്പോൾ നോക്ക്, ബോഡി ഇപ്പോൾ ബി എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ മീൻ പൊസിഷൻ്റെ അപ്പുറത്തല്ലേ? മീൻ പൊസിഷൻ്റെ അപ്പുറത്താണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്, ആക്സിലറേഷനും ഫോഴ്സും നെഗറ്റീവാണ്. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ദെൻ അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിന്റിലാണ് ബോഡി ഉള്ളത്. ഗോയിങ് ടുവേർഡ്സ് എയിലേക്കാണ് വരുന്നത്. നോക്കണം, അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പോസിറ്റീവാണ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് വെലോസിറ്റിയുടെ സൈനാണ് വേണ്ടത്. വെലോസിറ്റി സൈൻ എങ്ങനെ പറയാം? റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്. എങ്ങോട്ടാണോ പോകുന്നത് ആ പോകുന്ന മോഷൻ്റെ ഡയറക്ഷനാണ് വെലോസിറ്റിക്ക് പറയുന്നത്. അപ്പോൾ ബോഡി ഇങ്ങോട്ടാണ് വരുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ വെലോസിറ്റി നെഗറ്റീവാണ്. മിഡ് പോയിന്റിൽ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ആക്സലേഷനും ഒക്കെ 0 ആണ്. ആയിക്കോട്ടെ. പിന്നെ അടുത്തത് അറ്റ് 2 സെൻറ്റിമീറ്റർ എവേ ഫ്രം ബിയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെ ഗോയിങ് ടുവേർഡ്സ് എ. വീണ്ടും എയിലേക്കാണ് വരുന്നത്. നോക്കണം, ഇത് മൊത്തം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 5 അല്ലേ? ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് വരികയാണ്. 2 സെൻറ്റിമീറ്ററേ എത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എത്തിയ സമയത്ത് ശ്രദ്ധിക്കണം, വെലോസിറ്റിയുടെ സൈൻ ഏതാണ്? വെലോസിറ്റി ഇങ്ങോട്ടല്ലേ വരുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ വെലോസിറ്റി നെഗറ്റീവാണ്. ദെൻ ആക്സിലറേഷൻ്റെ സൈൻ എങ്ങനെയാണ് പറയേണ്ടത്? ആക്സിലറേഷൻ്റെ സൈൻ പറയേണ്ടത് ബോഡിയുടെ പൊസിഷൻ മീൻ പൊസിഷൻ്റെ അപ്പുറത്താണോ അപ്പുറത്താണോ നോക്കിയത്. ഇപ്പം മീൻ പൊസിഷൻ്റെ അപ്പുറത്തല്ലേ ഉള്ളത്? മീൻ പൊസിഷൻ്റെ അപ്പുറത്താണെങ്കിൽ പോസിറ്റീവാണ്, ആക്സിലറേഷനും ഫോഴ്സും നെഗറ്റീവാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ്, അല്ല 5 കാര്യങ്ങളാണ് ഫില്ല് ചെയ്യാനുള്ളത്. 5ൻ്റെയും സൈൻ നെഗറ്റീവ് എന്നാണ്. അല്പം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ മനസ്സിലാവുള്ളൂ. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ പോസിറ്റീവ്, അങ്ങോട്ടാണെങ്കിൽ നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെന്റോ മീൻ പൊസിഷൻ്റെ അപ്പുറത്താണെങ്കിൽ പ്ലസ്, അപ്പുറത്താണെങ്കിൽ മൈനസ്. ഓക്കെ, ആക്സിലറേഷന്റെ സൈനോ വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ്. ഫോഴ്സിന്റെ സൈനോ ആക്സിലറേഷന്റെ അതേ സൈൻ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ x = 5 sin 2π/3t. ഫൈൻഡ് ദി പീരീഡ് ഓഫ് ഓസിലേഷൻ. നോക്കണം, ഇവിടെ x = 5 sin 2π/3t എന്ന് പറയുമ്പോൾ അവിടെ x = 5 sin ഫംഗ്ഷനിലോ കോസ് ഫംഗ്ഷനിലോ പറയാം 2π/3 × t. ഇവിടെ a sin ωt എന്നല്ലേ ഫോർമുല? a cos ωt or sin ωt. അപ്പോൾ ഇവിടെ ഒമേഗന്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് 2π/3 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈം പീരീഡ് ആണ്. അപ്പൊ 2π ടൈം പീരീഡ് = 2π/3. 2π കട്ട് ചെയ്താൽ t = 3 seconds. 2 അല്ല, t = 3 seconds എന്ന് ആൻസർ. Then what is the minimum time required for the particle to move between 2 points 2.5 centimeter on either side of the mean position? മീൻ പൊസിഷനിൽ നിന്ന് ശ്രദ്ധിക്കണം, ഇത് മീൻ പൊസിഷനിൽ നിന്ന് 2.5 സെന്റിമീറ്റർ നീങ്ങാൻ ആവശ്യമായ ടൈം എത്ര? മീൻ പൊസിഷനിൽ 2.5 സെന്റിമീറ്റർ നീങ്ങുക എന്ന് പറഞ്ഞാൽ ആ 2.5 ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ x = 5 sin 2π/3t എന്നാണ് ഫോർമുല. x ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 2.5 എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ 2.5ഉം 5ഉം കട്ട് ചെയ്താൽ 2 എന്ന് വരും. ഇവിടെ 1 വരും. ആ 2 ഇങ്ങോട്ട് വന്നാൽ 1/2 = sin 2π/3 × t. നിങ്ങൾക്കറിയാം sin θ 1/2 ആകുമ്പോൾ θ 30 ഡിഗ്രി അല്ലേ? അപ്പൊ 2π/3 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്, π/6 ആണ്. അപ്പൊ പൈ കട്ട് ചെയ്തു. അതേപോലെ 3ഉം 6ഉം കട്ട് ചെയ്താൽ 2 ആവും. അപ്പൊ t = 1/4 0.25. ശ്രദ്ധിക്കണം, മീൻ പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് 2.5 സെന്റിമീറ്റർ നീങ്ങാൻ ആവശ്യമായ ആ ടൈം ആണ് 0.25 സെന്റിമീറ്റർ. ഇവിടെ പറഞ്ഞത് മീൻ പൊസിഷന്റെ അപ്പുറം ഇപ്പുറം 2.5 സെന്റിമീറ്റർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെയാണ് 2 പോയിന്റ് എടുത്താൽ ഈ പോയിന്റുകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? അതായത് ഇവിടുത്തെ 2.5 സെന്റിമീറ്റർ അപ്പുറത്തെ 2.5 സെന്റിമീറ്ററിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? മീൻ പൊസിഷനിൽ നിന്ന് 2.5 സെന്റിമീറ്റർ അകലേക്ക് നീങ്ങാൻ 0.25 സെക്കൻഡ്. അപ്പൊ അതേപോലെ ഇങ്ങോട്ട് നീങ്ങാനും 0.25 ഉണ്ടാവില്ലേ? സോ ടൈം ടു മൂവ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ഈ 2 പോയിന്റുകൾക്കിടക്ക് മൂവ് ചെയ്യാൻ വേണ്ട ടോട്ടൽ ടൈം എത്ര വരെ? 0.5 സെക്കൻഡ്സ് എന്നാണ് വരിക. ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ പോസ് ചെയ്ത് പ്രോബ്ലം വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ദെൻ സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷന്റെ ടൈം പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കും. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇതൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് -mg sin θ. sin θ ആംഗിൾ ചെറുതാണെങ്കിൽ sin θ പകരം θ എന്ന് എഴുതാം. ആംഗിൾ = ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. θ = x/l എന്ന് എഴുതി. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x. അങ്ങനെ വരുമ്പോൾ അതൊരു SHM ആണ്. SHM ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതിയാൽ മതി? Then ഈ F റീസ്റ്റോറിംഗ് is equal to റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഫോർമുല അല്ലേ ഇത്? റീസ്റ്റോറിംഗ് ഫോഴ്സിന് പകരം -kx എഴുതി, മൈനസ് കട്ട് ചെയ്തു, x കട്ട് ചെയ്തു.
അപ്പൊ കെ ഇസ് ഈക്വൽ ടു എം ജി ബൈ എൽ. ഏത് എസ് എച്ച് എമ്മിന്റെയും ടൈം പീരീഡ് കാണാനുള്ള ജനറൽ ഫോർമുല 2π√m/k. കെ എന്നുള്ളത് എം ജി ബൈ എൽ എന്ന് കൊടുക്കുക. എം കട്ട് ചെയ്തു, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 2π√L/g എന്ന്. ഓക്കെ, സിമ്പിൾ പെൻഡത്തിന്റെ ഓസിലേഷന്റെ ടൈം പീരീഡ് ആണ് കാണിച്ചത്. സോ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളും കവർ ചെയ്തു. അവസാന ഭാഗത്തെ സിമ്പിൾ പെൻഡത്തിന്റെ ടൈം പീരീഡുമായി ബന്ധപ്പെട്ട ധാരാളം ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അതിൽ പലതും നമ്മൾ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഓരോ കേസും വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, ദാറ്റ്സ്. താങ്ക് യു.